ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്കണോമിക്സ് പ്രൊജക്റ്റ് ടോപ്പിക്സ് ആണ് പറയുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിഗ്രി പി ജി സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന 17 ടോപ്പിക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ ടോപ്പിക്സും ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടോപ്പിക്ക് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ് ഇൻ കേരള. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ നോക്കുന്നത് റോഡ് ആക്സിഡൻസിൻ്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നാണ്. അതായത് നമുക്കിന്നറിയാം, നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും റോഡ് ആക്സിഡൻസ് സംഭവിക്കുന്നുണ്ടല്ലേ. ഈ റോഡ് ആക്സിഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ ദിവസവും വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്നാണ് ഈ ഒരു സ്റ്റഡിയിലൂടെ നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു ടോപ്പിക്ക് പ്രൊജക്റ്റിന് വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ നമ്മളതിൽ കുറച്ച് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യണം. നമ്മളെടുക്കുന്ന ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ സ്റ്റഡി പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിതിൽ പലതരത്തിലുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാം. അതിൽ 2 എക്സാമ്പിൾ ഞാൻ പറയാം. ഒന്ന്, to study the economic impact of road accidents. Second one, to identify the social problems created by road accidents. അതായത് ഈ റോഡ് ആക്സിഡൻസിൻ്റെ എക്കണോമിക് ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് പഠിക്കുക. സെക്കൻഡ് വൺ, റോഡ് ആക്സിഡൻസ് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സോഷ്യൽ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെ 2 ഒബ്ജക്റ്റീവ്സ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് കൂടാതെ പല ഒബ്ജക്റ്റീവ്സും സെറ്റ് ചെയ്യാം. അടുത്ത രണ്ടാമത്തെ ടോപ്പിക്ക് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹെൽത്ത് ടൂറിസം ഇൻ കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ആയുർവേദ. ഇന്ന് നമുക്കറിയാം, ടൂറിസം എന്ന് പറയുന്നത് വളരെ വേഗം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മളിവിടെ ടൂറിസം സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ തന്നെ ഹെൽത്ത് ടൂറിസമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ടൂറിസം എന്ന് പറയുന്ന പലതരത്തിലുള്ള ഫോംസ് ടേക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഹെൽത്ത് ടൂറിസം, എഡ്യൂക്കേഷണൽ ടൂറിസം, ഫുഡ് ടൂറിസം, റിലീജിയസ് ടൂറിസം, ഇങ്ങനെ പലതരത്തിലുള്ള ടൂറിസം ഉണ്ട്. അതിൽ നമ്മൾ ഹെൽത്ത് ടൂറിസത്തിൻ്റെ കേസ് മാത്രമാണ് എടുക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ആയുർവേദയുടെ കേസ് എടുത്തിട്ടാണ് നമ്മളിവിടെ നമ്മുടെ ഈ പഠനം നടത്തുന്നത്. അതിൻ്റെ എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യാമല്ലോ. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ടു അനലൈസ് ദ പാറ്റേൺ ഓഫ് ആയുർവേദ ടൂറിസ്റ്റ് അറൈവൽസ്. ആയുർവേദ ടൂറിസ്റ്റുകളുടെ അറൈവൽസിൻ്റെ പാറ്റേൺ അനലൈസ് ചെയ്യുക. അടുത്തത് ടു ഐഡൻറ്റിഫൈ ഇത് പ്രൊമോഷണൽ ഫാക്ടേഴ്സ് ഓഫ് ആയുർവേദ ഹെൽത്ത് ടൂറിസം. തേർഡ് വൺ, ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലംസ് ഓഫ് ആയുർവേദ ഹെൽത്ത് ടൂറിസം ഇൻഡസ്ട്രി. ഫസ്റ്റ് വൺ, ടു അനലൈസ് ദ പാറ്റേൺ ഓഫ് ആയുർവേദ ടൂറിസ്റ്റ് അറൈവൽസ്. സെക്കൻഡ്, ടു ഐഡൻറ്റിഫൈ ദ പ്രൊമോഷണൽ ഫാക്ടേഴ്സ് ഓഫ് ആയുർവേദ ഹെൽത്ത് ടൂറിസം. തേർഡ് വൺ, ടു ഫൈൻഡ് ഔട്ട് ദ പ്രോബ്ലംസ് ഓഫ് ആയുർവേദ ഹെൽത്ത് ടൂറിസം ഇൻഡസ്ട്രി. ഇങ്ങനെ 3 ഒബ്ജക്റ്റീവ്സ് നമുക്ക് ഈ ടോപ്പിക്കിൽ സെലക്ട് ചെയ്യാം. മൂന്നാമത്തെ ടോപ്പിക്ക് ഇത് എക്കണോമിക്സ് ഓഫ് പെപ്പർ കൾട്ടിവേഷൻ ഇൻ കേരള. ഈ സ്റ്റഡി വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു പ്രൈസ്, ട്രെൻഡ് ആൻഡ് പ്രൊഡക്ഷൻ. മൂന്നാമത്തെ ടോപ്പിക്കിൽ നമ്മൾ പെപ്പർ കൾട്ടിവേഷനെ കുറിച്ചാണ് നോക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് എടുക്കുമ്പോൾ കുറച്ച് കാലമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വർഷമായിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുക പെപ്പർ കൾട്ടിവേഷൻ്റെ. എന്നിട്ട് അതിലുള്ള പ്രൈസ് ട്രെൻഡ് എങ്ങനെയാണ്, പ്രൊഡക്ഷൻ എങ്ങനെയാണ്, ഫാമേഴ്സിന് വരുന്ന കോസ്റ്റ് എത്രയാണ്, അവർക്ക് എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് കാലമായിട്ട് എടുത്തിട്ട് ആ ഓരോ കാലഘട്ടത്തിലും വന്നിരിക്കുന്ന മാറ്റം നമുക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്, ഓരോ പീരീഡ് എടുത്തിട്ട്. അപ്പോൾ നമ്മൾ 3 ടോപ്പിക്സാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇമ്പാക്റ്റ് ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ് ഇൻ കേരള. സെക്കൻഡ് വൺ, എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഹെൽത്ത് ടൂറിസം ഇൻ കേരള വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ആയുർവേദ. തേർഡ് ടോപ്പിക്ക് ഇത് എക്കണോമിക് ഓഫ് പെപ്പർ കൾട്ടിവേഷൻ ഇൻ കേരള. എ സ്റ്റഡി വിത്ത് എ സ്പെഷ്യൽ റെഫറൻസ് ടു പ്രൈസ്, ട്രെൻഡ് ആൻഡ് പ്രൊഡക്ഷൻ. നാലാമത്തെ ടോപ്പിക്ക് എഡ്യൂക്കേഷൻ ലോൺ ആൻഡ് ഇറ്റ്സ് സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷൻ. എ സ്റ്റഡി ഓൺ കേരള. എഡ്യൂക്കേഷൻ ലോണിൻ്റെ സോഷ്യോ എക്കണോമിക് ഇംപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്: ഇവാലുവേറ്റ് ദ ഗ്രോത്ത് ആൻഡ് പെർഫോമൻസ് ഓഫ് എഡ്യൂക്കേഷൻ ലോൺ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ സ്റ്റഡി ഏരിയ. എക്സാമിൻ ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എഡ്യൂക്കേഷൻ ലോൺ സബ്സ്ക്രൈബേഴ്സ്. സ്റ്റഡി ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് ഓഫ് ദ എഡ്യൂക്കേഷൻ ലോൺ ടു ഇറ്റ്സ് ബെനിഫിഷ്യറീസ്. ഈ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ആളുകളുടെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക. അതുപോലെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റഡിയിലൂടെ നോക്കാവുന്നതാണ്. അഞ്ചാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സ് ഓഫ് ഹെൽത്ത് കെയർ പൊട്ടൻഷ്യൽസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ഇൻ കേരള. ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ അഞ്ചാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്.
നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പെട്ടെന്നൊരു ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ അവർക്കതിനെ മീറ്റ് ചെയ്യാനുള്ള ഇൻകം അല്ലെങ്കിൽ മണി എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പലരും അവർ സേവ് ചെയ്ത് വെച്ച ഇൻകം യൂസ് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ്, അസറ്റ്സ് എന്നിവ വിൽക്കും, അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് നിന്ന് കടം വാങ്ങും. അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂവിനെ മീറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഹെൽത്ത് പ്രോബ്ലത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പണം കണ്ടെത്തുന്നത്. അതിന് പകരം ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ഈ പെട്ടെന്നൊരു ഹെൽത്ത് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്ത്, ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ് നമ്മുടെ സ്റ്റഡി അടുത്തത്. ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു എസ്റ്റിമേറ്റ് ദ എക്കണോമിക് കോസ്റ്റ് ഓഫ് ഹെൽത്ത് കെയർ അറ്റ് ഹൗസ് ഹോൾഡ് ലെവൽ. സെക്കൻഡ് വൺ, ടു അനലൈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഹൗസ് ഹോൾഡ് ലെവലിൽ ചെയ്താൽ മതി. ഇവിടെ ഓരോ ടോപ്പിക്ക് പറയുമ്പോൾ ഞാൻ കേരള എന്ന് സ്പെസിഫൈ ചെയ്താണ് പറഞ്ഞത്. പക്ഷേ കേരള എന്ന് തന്നെ എടുക്കേണ്ട കാര്യമില്ല. ഏതാണോ നിങ്ങളുടെ സ്റ്റഡി, നിങ്ങളുടെ ഏരിയ, ആ ഏരിയനെ വെച്ചിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാവുന്നതാണ്. ഒരു ചെറിയ ഏരിയ എടുത്തിട്ട് ചെയ്താൽ മതി. അടുത്ത ആറാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സ് ഓഫ് ഗ്രൂപ്പ് ഫാമിംഗ് ഇൻ പാഡി കൾട്ടിവേഷൻ ഇൻ കേരള. ആറാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാഡി കൾട്ടിവേഷനെ കുറിച്ചുള്ളതാണ്. പാഡി കൾട്ടിവേഷനിൽ തന്നെ ഗ്രൂപ്പ് ഫാമിങ്ങിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ആറാമത്തെ ടോപ്പിക്ക്. അടുത്ത ഏഴാമത്തെ ടോപ്പിക്ക് എക്കണോമിക്സ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ ഇൻ കേരള. സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. ഈ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ടു എക്സാമിൻ ദ ട്രെൻഡ്സ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ സ്കൂൾ എഡ്യൂക്കേഷൻ, to identify the determinants of household expenditure on school education, to examine the problem related to school education. സ്കൂൾ എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷനിൽ ചെലവഴിക്കുന്ന എക്സ്പെൻഡിച്ചറിൻ്റെ ട്രെൻഡ് ഏതാണെന്ന് എക്സാമിൻ ചെയ്യുക. അതുപോലെ തന്നെ സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ ചെലവഴിക്കുന്ന പണം ഉണ്ടല്ലോ, എക്സ്പെൻഡിച്ചർ, അതിനെ സ്വാധീനിക്കുന്ന ഡിറ്റർമിനൻസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അടുത്ത ടോപ്പിക്ക് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഓഫ് വുമൺ വർക്കേഴ്സ് ഇൻ അൺഓർഗനൈസ്ഡ് സെക്ടർ. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ വുമൺ വർക്കേഴ്സ് എന്ന് പറയുന്നത് പല മേഖലയിലും പലതരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ ഈ ടോപ്പിക്കിൽ ചെയ്യുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ വുമൺ വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. നമ്മൾ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ആണ് ഈ ഒരു ടോപ്പിക്കിൽ നോക്കുന്നത്, വുമൺ വർക്കേഴ്സിൻ്റെ. അടുത്ത ടോപ്പിക്ക് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങുമാണ് ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങും എക്കണോമിക് ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാവുന്നതാണ്. അഗ്രികൾച്ചറൽ മാർക്കറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ഫാമേഴ്സിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു ടോപ്പിക്കാണ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അടുത്ത ടോപ്പിക്ക് സോഷ്യോ എക്കണോമിക് മൊബിലിറ്റി ഓഫ് ദ IT സെക്ടർ എംപ്ലോയീസ്. IT സെക്ടർ എംപ്ലോയീസിൻ്റെ സോഷ്യോ എക്കണോമിക് മൊബിലിറ്റിനെ കുറിച്ച് പഠിക്കുകയാണ് നമ്മുടെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് എക്കണോമിക് അനാലിസിസ് ഓഫ് ഫിനാൻസിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. കഴിഞ്ഞ ഒരു ടോപ്പിക്കിൽ നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷനെ കുറിച്ച് നോക്കി. ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചാണ് നോക്കുന്നത്, ഹയർ എഡ്യൂക്കേഷൻ്റെ ഫിനാൻസിങ്ങിനെ കുറിച്ച്. ഈ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റീവ്സ് ആണ് ടു അനലൈസ് ദ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺ ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. അടുത്തത് ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ടു എക്സാമിൻ ദ ബെനിഫിറ്റ് ഇൻസിഡൻസ് ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹയർ എഡ്യൂക്കേഷൻ. ഈ 3 ഒബ്ജക്റ്റീവ്സ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പല ടോപ്പിക്സിലും നമുക്ക് പ്രൈമറി ഡാറ്റയും യൂസ് ചെയ്യാം, അതുപോലെ സെക്കൻഡറി ഡാറ്റയും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ആൻ എക്കണോമിക് അനാലിസിസ് ഓഫ് ഫിനാൻസിങ് ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. അടുത്തത് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് അഗ്രികൾച്ചറൽ ലേബേഴ്സ്. അഗ്രികൾച്ചറൽ ലേബേഴ്സിൻ്റെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിനെ കുറിച്ച് നോക്കുകയാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്. ഇതിൽ ചില ടോപ്പിക്സ് പറഞ്ഞപ്പോൾ ഞാൻ അതിൽ സെറ്റ് ചെയ്യാവുന്ന ഒബ്ജക്റ്റീവ്സ് കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. സോൾ ഓഫ് എക്കണോമിക്സ് എന്നുള്ളതാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ നെയിം. അടുത്ത ടോപ്പിക്ക് ആൻ എക്കണോമിക് അനാലിസിസ് ഓഫ് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻ കേരള. മിൽക്ക് പ്രൊഡക്ഷൻ്റെ എക്കണോമിക് അനാലിസിസിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വൺ, സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ഷ്രിമ്പ് കൾച്ചർ. ചെമ്മീൻ കൃഷിയെക്കുറിച്ചുള്ളതാണ് നമ്മുടെ അടുത്ത പഠനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെമ്മീൻ കർഷകർക്ക് വരുന്ന ചിലവ് എന്തൊക്കെയാണ്, അതുപോലെ അവരെന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്, അവർക്ക് ഇതിൽ നിന്നും എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രം പോരല്ലോ, അത് മാർക്കറ്റ് ചെയ്യണ്ടേ, അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും പോളിസീസ് അവർക്ക് വേണ്ടിയിട്ടുണ്ടോ, ഗവൺമെൻറ് എന്തൊക്കെ സഹായങ്ങളാണ് അവർക്ക് വേണ്ടി നൽകുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റഡിയിലൂടെ നോക്കാവുന്നതാണ്. നെക്സ്റ്റ് ടോപ്പിക്ക്, ഡെവലപ്മെൻറ്റ് ഓഫ് ഓൺടർപ്രണർഷിപ്പ് എമോങ് വുമൺ. വുമണിനിടയിലുള്ള ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ളതാണ് അടുത്ത പഠനം. നമ്മളിപ്പോൾ കുടുംബശ്രീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ കുടുംബശ്രീൻ്റെ നേതൃത്വത്തിൽ തന്നെ പലതരത്തിലുള്ള സംരംഭങ്ങൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ വനിതകൾക്ക് വേണ്ടിയിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നെല്ലാം പലതരത്തിലുള്ള സഹായങ്ങളുണ്ട്, സബ്സിഡി എല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ വുമണിനിടയിലുള്ള ഓൺടർപ്രണർഷിപ്പിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഈ ഒരു സ്റ്റഡി എന്ന് പറയുന്നത്. അടുത്തത്, റോൾ ഓഫ് മൈക്രോ ക്രെഡിറ്റ് ഇൻ പോവർട്ടി അലീവിയേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. പോവർട്ടി അലീവിയേഷനിലും എംപ്ലോയ്മെൻറ്റ് ജനറേഷനിലും മൈക്രോ ക്രെഡിറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ് അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. മൈക്രോ ക്രെഡിറ്റ് കിട്ടുന്നതിലൂടെ പലതരത്തിലുള്ള സംരംഭങ്ങളൊക്കെ ആളുകൾ തുടങ്ങുന്നുണ്ട്, ചെറിയ രീതിയിലുള്ള. ആ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ എന്താണ്, അവർക്ക് എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഇൻകം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇൻകം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നോർമലായിട്ട് പോവർട്ടി അലീവിയേഷന് സാധ്യമാകുന്നുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്ക്, ഇതാണ് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്ക്, എക്കണോമിക് അനാലിസിസ് ഓഫ് ഫ്ലോറിക്കൾച്ചർ. ഫ്ലോറിക്കൾച്ചറിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഫ്ലോറിക്കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളുടെ കൃഷിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ചെയ്യുമ്പോൾ ഫ്ലോറിക്കൾച്ചർ ചെയ്യുന്ന ആളുകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ഫ്ലോറിക്കൾച്ചർ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ പോളിസീസ് ഉണ്ട്, എന്തൊക്കെ പരിപാടികൾ ഗവൺമെൻറ് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, എത്രത്തോളം റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിനു വേണ്ടി വരുന്ന കോസ്റ്റ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 17 ടോപ്പിക്സാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഓരോ ടോപ്പിക്കും നോക്കി നോക്കുക. അതുപോലെ തന്നെ ഈ ഓരോ ടോപ്പിക്കിലും പ്രൊജക്റ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോട് ചോദിക്കാവുന്നതാണ്.